മുതഅല്ലിമീങ്ങളോട് പറയാൻ, പ്രായം ചെന്ന പലരും വെള്ളിയാഴ്ച ഇവിടെ ജുമയുണ്ട്, വെള്ളിയാഴ്ച നേരത്തെ തന്നെ വന്ന് പള്ളിയിൽ നിന്ന് അൽക്കഫ് പോകുന്നുണ്ടാവും. നമ്മളെ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങൾ പലരും ഖുത്ബ തുടങ്ങുമ്പോൾ കയറി വരുന്നുണ്ടാവും. നിങ്ങളിവിടെ അങ്ങനെ ആയിരിക്കൂല, വളരെ കൃത്യമായിട്ട് വരുന്ന മുതഅല്ലിമീങ്ങളെ ഇവിടെ ഉണ്ടാവുള്ളൂ. ഞാൻ വേറെ നാട്ടുകാരെ കൊണ്ട് പറഞ്ഞതാ, അങ്ങനെ ആകാൻ പാടില്ല. നമുക്ക് വേറെ ഒരു പണിയില്ലല്ലോ. ഞാൻ പുല്ലൂക്കര ജുമാഅത്ത് പള്ളിയിൽ ഓതി പഠിക്കുന്ന കാലത്ത് ഞങ്ങൾ ഏതോ ആളുകള് ജമാഅത്തിലെത്താൻ കുറച്ച് വൈകിപ്പോയി. അപ്പൊ പുല്ലൂക്കര ഉസ്താദ് വലിയ മഹാന, ഉസ്താദ് എന്ത് ചെയ്തു, കുട്ടികളൊക്കെ വിളിച്ചു കൂട്ടിയിട്ടൊരു ഉപദേശം. ഉസ്താദ് എന്താ പറഞ്ഞത്, കുളത്തിന്റെ വക്കിൽ കുറെ തവളകൾ ചത്തു കിടക്കുന്നു. ഇവിടെ പറഞ്ഞാൽ മനസ്സിലാവും. കുളം എന്ന് പറഞ്ഞാൽ വലിയ വെള്ളമുള്ള കുളം, കുളത്തിൽ നിറയെ വെള്ളമാണ്, പക്ഷേ അതിന്റെ വക്കിൽ കുറെ തവളകൾ ചത്തുകിടക്കുന്നു. അപ്പൊ അന്വേഷിച്ചു ഈ തവളകൾ എന്താണ് ചത്തുപോയത്. അപ്പൊ ആരോ പറഞ്ഞു വെള്ളം കിട്ടാഞ്ഞിട്ടാണ്. അപ്പൊ ഈ പറഞ്ഞ എന്താണ്, പള്ളിയിൽ ഓതി താമസിക്കുന്ന മുതഅല്ലിമീങ്ങൾ ജമാഅത്തിലെത്തിയില്ല, കുളത്തിന്റെ വക്കിൽ ചത്തു കിടക്കുന്ന മാതിരി വെള്ളം ഇല്ലായിട്ടല്ല, അവിടെ വെള്ളം നിറയുന്നുണ്ട്. ജമാഅത്തിനെത്താത്ത ചില മുതഅല്ലിമീങ്ങൾ എല്ലാ നിസ്കാരത്തിന്റെയും മുമ്പ് റവാത്തിബ് സുന്നത്ത് നിസ്കാരം, റവാത്തിബ് സുന്നത്തില്ലാത്ത ഒരൊറ്റ നിസ്കാരമില്ല. സുബഹിന് മുമ്പുണ്ട്, അസറിന് മുമ്പുണ്ട്, ബാക്കിയുള്ള എല്ലാ നിസ്കാരത്തിനും. അതേസമയത്ത് അസറിനും സുബഹിക്കും ശേഷം സുന്നത്ത് നിസ്കാരമില്ല. ഈ മുമ്പത്തെ സുന്നത്ത് നിസ്കാരം നിസ്കരിക്കാൻ നമുക്ക് നേരം കിട്ടുന്നില്ല, നമ്മൾക്ക് നിസ്കരിക്കാൻ സമയം കിട്ടുന്നില്ല. അൽക്കഫ് സൂറത്ത് 3 ഓതാൻ നമുക്ക് നേരം കിട്ടുന്നില്ല, 3 പോയിട്ട് 1 ഓതാൻ നേരം കിട്ടുന്നില്ല. ഏറ്റവും ചുരുങ്ങിയത് വെള്ളിയാഴ്ച രാവിലും പകലിലും 300 സലാത്തുകളാണ്. 300 സലാത്ത് ചുരുങ്ങിയത്. നമുക്ക് 100 സലാത്ത് പോലും ചെല്ലാൻ സമയം കിട്ടുന്നില്ല. അപ്പൊ നമ്മൾക്ക് എന്ത് സംഭവിച്ചു, നമുക്ക് ഇബാദത്തുകൾ ചെയ്യാൻ മടി വന്നുപോയി, അലസത വന്നുപോയി, അതിന് നമുക്ക് രസം കിട്ടുന്നില്ല. കാരണം എന്താണ്, അതിന്റെ ഏറ്റവും വലിയ അടിസ്ഥാനപരമായ കാരണം നമ്മുടെ മനസ്സിൽ അഹങ്കാരം, അസൂയ, വിദ്വേഷം, വൈരാഗ്യം, ദുനിയാവിനോടുള്ള പ്രേമം, ശഹവത്തിനോടുള്ള ചിന്താഗതി, അങ്ങനെയുള്ള പലതും മനസ്സിൽ സംഭവിക്കുമ്പോൾ നമുക്ക് അമലുകൾക്ക് നമുക്ക് ഉത്സാഹം കിട്ടുന്നില്ല. അല്ലാഹു ഖാജാ മുഈനുദ്ദീൻ അൽ-ജിസ്രി അജ്മീരി തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ഖൽബും മനസ്സും ശരീരവും അമലും എല്ലാം നന്നാക്കി തെരുമാറാകട്ടെ. നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരാകണം. സൂറത്തുൽ കഹ്ഫ് അത് 7 ഔലിയാക്കൾ, ആ ഔലിയാക്കൾ പോയി ചെന്നുകൂടിയ ഗുഹ, അതാണ് അൽ കഹ്ഫ് എന്ന് പറയുന്നത്. ആ ഗുഹയെ സംബന്ധിച്ച് പറയുന്ന സൂറത്തായതുകൊണ്ട്, ഔലിയാക്കളുമായി ബന്ധപ്പെട്ട ആ ഗുഹയെ സംബന്ധിച്ച് പറയുന്ന സൂറത്തായതുകൊണ്ട് അതിന് സൂറത്തുൽ കഹ്ഫ്, അൽ കഹ്ഫ് സൂറത്ത്